എനിക്കുണ്ടായ അനുഭവങ്ങൾ മാത്രമാണ് പറയാൻ പോണത്. ഫസ്റ്റ് ടൈം ആകുമ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടാവും. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഉച്ചയ്ക്കൊക്കെ മാറ്റാം. മോശം പാസ് ചെയ്യാനും യൂറിൻ പാസ് ചെയ്യാനൊക്കെ ആകുമ്പോൾ 4 ദിവസവും അങ്ങനത്തെ ഉണ്ടായിരുന്നു, ലീക്ക് ആവുന്നുണ്ടായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സനി. അപ്പോൾ എൻ്റെ തമ്പതിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് പറയാൻ പോണതെന്ന്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒന്നും ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞില്ല. എൻ്റെ എന്താ പറയുക, എനിക്കുണ്ടായ അനുഭവങ്ങൾ മാത്രമാണ് പറയാൻ പോണത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഏജിലുള്ള ഗേൾസിൽ ഞാനായിരിക്കും ലാസ്റ്റായിട്ട് ഈ ഒരു കപ്പ് യൂസ് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഇപ്പോൾ എല്ലാവരും അപ്ഡേറ്റഡ് ആയി. എല്ലാവർക്കും ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ പോസിറ്റീവ്, അതിൻ്റെ ഈസി, അത് യൂസ് ചെയ്യാനുള്ള ഈസിയും അതുകൊണ്ടുള്ള എന്താ പറയുക, അതിൻ്റെ പോസിറ്റീവ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യണത്. എന്നെ പോലത്തെ കുറച്ച് മണ്ടന്മാരായിരിക്കും എനിക്ക് തോന്നുന്നു. ഞാനും കുറച്ച് ഗ്യാങ്ങൊക്കെ ആയിരിക്കും ഇപ്പോഴും പാഡിൽ തന്നെ അങ്ങനെ അഡിക്റ്റഡ് ആയിരുന്ന ആൾക്കാർ കേട്ടോ. അപ്പോൾ എന്താ പറയുക, എന്തായാലും ഞാനും കുറച്ചൊക്കെ അപ്ഡേറ്റഡ് ആയി എന്ന് തന്നെ പറയാം. ഞാനും മെൻസ്ട്രൽ കപ്പ് വാങ്ങിച്ചു 2022 ഈ ഒരു മെൻസ്ട്രൽ കപ്പിൻ്റെ ഒരു എറാന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സീസൺ ആയിരുന്നു. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഈ മെൻസ്ട്രൽ കപ്പിനെ പറ്റിയൊക്കെ പറയണം, അവർ കുറേ പ്രൊമോട്ടൊക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനും വാങ്ങിച്ചിരുന്നു. ഏതാ ബ്രാൻഡ് എനിക്ക് ഓർമ്മയില്ല, എന്തോ ഒരു ബ്രാൻഡ് ഞാൻ വാങ്ങിച്ചിരുന്നു. ഞാൻ ഡെലിവറി കഴിഞ്ഞല്ലേ, അപ്പോൾ കുറച്ച് ലാർജ് ആയിരിക്കും, ഞാൻ ലാർജ് വാങ്ങിച്ചു. സംഭവം വന്നപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഇതാണ് സാധാരണ മെൻസ്ട്രൽ കപ്പ്. പക്ഷേ ഈ ലാർജ് ആയപ്പോൾ ഈ ഒരു ഏരിയസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഒരു എഡ്ജൊക്കെ ഭയങ്കര കട്ടി, ഭയങ്കര അപ്പോൾ അത് കണ്ടാൽ തന്നെ മനസ്സിലായി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. അതെന്താ പറയുക, അത് വലുതായി പോയി. അപ്പോൾ ഞാൻ റിട്ടേൺ കൊടുക്കാനുള്ള ഓപ്ഷനും ഇല്ല, ഇങ്ങനത്തെ സാധനമൊന്നും റിട്ടേൺ കൊടുക്കാറില്ല. അതങ്ങനെ വീട്ടിൽ വെച്ചു. ഞാൻ എൻ്റെ അമ്മയ്ക്കേറ്റ് അമ്മേറ്റ് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ചോട്ടെ വെച്ചിട്ട് ഞാൻ വീട്ടിൽ വെച്ചു. പക്ഷേ അമ്മ എപ്പോഴും പാഡ് മതി, ഞാൻ ഒരിക്കലും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യില്ല നിൽക്കുക കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ വാങ്ങിക്കണം വിചാരിച്ചു. പിന്നെ കുഞ്ഞാവനെ കാര്യം കഴിഞ്ഞ് നമുക്ക് പിന്നെ സമയം കിട്ടിയിട്ടില്ല വാങ്ങിക്കാൻ. അപ്പോൾ എന്തായാലും ഞാൻ വാങ്ങിച്ചല്ല, ഈ വുമൻസ് ഡേ തന്നെ എൻ്റെ വിവേകിൻ്റെ ചേച്ചിക്കും ഇത് കിട്ടി. അങ്ങനെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ മെൻസ്ട്രൽ കപ്പാണെന്ന് തോന്നുന്നു കൊടുത്തത്. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ ചേച്ചി എനിക്ക് തന്നു. ചേച്ചി അടുത്ത് ഓൾറെഡി ഉള്ളതുകൊണ്ട് ചേച്ചി പുതിയ വേണ്ടല്ലോ, എനിക്ക് തന്നു. അത് സ്മോൾ ആണെങ്കിലും അത്യാവശ്യം മീഡിയം റേഞ്ചിൽ വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ എന്താ പറയുക, ലീക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇൻസേർട്ട് ചെയ്ത് റെഡി ആവായിട്ടുണ്ടെന്നല്ല, ലീക്കായിരുന്നു. അപ്പോൾ ഞാനൊരു ചെറിയൊരു തുണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. 2ാമത്തെ ദിവസവും അങ്ങനത്തെ ഉണ്ടായിരുന്നു, ലീക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെനിക്ക് നടക്കുന്ന സംഭവമല്ല, ഈ പാഡന്നെ മതി, എനിക്ക് നടക്കൂല. പക്ഷെ എനിക്കത് പിന്തിരിയാൻ തോന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്താ പറയുക, കുറച്ചൊക്കെ മാറ്റം ആഗ്രഹിക്കാത്ത ഒഴുക്കിനനുസരിച്ച് നീങ്ങണ്ടേ, അങ്ങനത്തെ ഒരു തോട്ടിൽ ഞാൻ 3ാമത്തെ ദിവസം വെച്ചു. അന്ന് ഓക്കെയായിരുന്നു, ഒരു തുള്ളി പോലും ലീക്കായിട്ടില്ല. അപ്പം എനിക്ക് തോന്നി ഞാൻ ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തോ ഒരു പ്രശ്നം വന്നിട്ടാണ് ഇതിന് ലീക്കാവണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഒന്നുകൂടി ഉള്ളിലേക്കാക്കി ഇൻസേർട്ട് ചെയ്തു. പിന്നെ ഒരു ലീക്കുമില്ല, പ്രശ്നമില്ല. നമ്മൾ ഇപ്പോൾ ഈ പീരിയഡ്സ് ആകുമ്പോൾ നമുക്ക് വയറുവേദന അങ്ങനത്തെ ഒരു വേദന ഇല്ലെങ്കിൽ നമ്മൾ പീരിയഡ്സ് ആയ കാര്യം നമുക്ക് തന്നെ അറിയില്ല. കാരണം ബാക്കി കപ്പ് നോക്കിക്കോളും. പാഡാണെങ്കിൽ ഇടയ്ക്കൊക്കെ ലീക്കാവും, ഇടയ്ക്കൊക്കെ ജസ്റ്റ് മാറ്റണം, അതൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ. പക്ഷേ ഈ കപ്പാണെങ്കിൽ നമുക്ക് അധികം ബ്ലീഡിങ് ഒന്നും ഇല്ലാണ്ടെങ്കിൽ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കപ്പ് നോക്കിക്കോളും. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഉച്ചയ്ക്കൊക്കെ മാറ്റാം. അങ്ങനെ അധികം വലിയ ബ്ലീഡിങ് ഇല്ലാത്ത ആൾക്കാർക്ക് വൈകുന്നേരം നോക്കിയാൽ മതി. ബാക്കിയുള്ള കാര്യം നമ്മളെ കപ്പ് നോക്കിക്കോളും. ഭയങ്കര ഈസിയാണ്, ഭയങ്കര കംഫർട്ടാണ്. അത് വെച്ചിട്ട് നമുക്ക് നടക്കാനോ ഇരിക്കാനോ ഒരു പ്രശ്നവുമില്ല, ഭയങ്കര സുഖമാണ്. പിന്നെ 2ാമത്തെ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു കപ്പ് യൂസ് ചെയ്യുമ്പോൾ ഈ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മോശം പാസ് ചെയ്യാനും യൂറിൻ പാസ് ചെയ്യാനൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ കപ്പ് പുറത്തേക്ക് എടുക്കേണ്ടി വരുമെന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. ഒരു കുഴപ്പമില്ല, ഈ കപ്പ് അവിടെ നിന്നോട്ടെ. നമുക്ക് അതിൻ്റെ കാര്യം നമ്മൾ നോക്കുക വേണ്ട. രാവിലെ വെച്ചാൽ നമുക്ക് എപ്പോഴാണ് അത് സമയം നമുക്കറിയില്ല, നമുക്ക് എങ്ങനെ ബ്ലീഡിങ് വരുന്നതെന്നൊക്കെ നമുക്കറിയില്ല. അത് എപ്പോഴാണ് നമുക്ക് ഒഴിവാക്കേണ്ടത് അപ്പോൾ എടുത്ത് ക്ലീൻ ചെയ്തിട്ട് പിന്നെയും വെച്ചാൽ മതി. അതിനിടയിൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യാനോ മോശം പാസ് ചെയ്യാനോ ഒരു ബുദ്ധിമുട്ടില്ല, നമുക്കൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സുഖം എന്താ വെച്ചാൽ, ഈ ഒരു മഴക്കാലത്ത് എന്താ പറയുക, ഈ പാഡും ക്ലോത്തൊക്കെ ആകുമ്പോൾ ഭയങ്കര ഈർപ്പായിരിക്കും. ആ ഏരിയയിൽ ഭയങ്കര ഈർപ്പായിരിക്കും. അപ്പോൾ അതൊരു നമുക്ക് കിടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ നടക്കുമ്പോഴോ ഒരു കംഫർട്ട് കുറയും. പക്ഷേ ഈ ഒരു കപ്പാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. പിന്നെ ഇത് പാഡാണെങ്കിൽ ജസ്റ്റ് ആ പഞ്ഞ് കളഞ്ഞിട്ട് മറ്റേ കത്തിക്കണം, ക്ലോത്ത് ആണെങ്കിൽ ജസ്റ്റ് നല്ല തിരുമ്പി ഉണക്കണം, കുറേ പ്രശ്നമല്ലേ, കുറേ ബുദ്ധിമുട്ടുണ്ട് പറ്റുന്നതല്ല. പക്ഷേ ഈ ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സുഖം മനസ്സിലാവണത്. ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല, കളയൊന്നും വേണ്ട, അതും വേണ്ട, ഒന്നും വേണ്ട. 10 വർഷത്തേക്കുള്ള സാധനം റെഡി. എക്കണോമിക്കലി ഫ്രണ്ട്ലിയാണ്, എന്താ പറയുക, ഭയങ്കര സുഖമാണ് ഗൈസ്.
അപ്പോൾ എന്നെപ്പോലെ ഇതുവരെ ഈ ഒരു പാഡിൽ മാത്രം നിന്ന ആൾക്കാർ എന്നെപ്പോലെ ആരെല്ലാം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഭയങ്കര കംഫർട്ടാണ്, നിങ്ങൾ ഒന്നും നോക്കണ്ട, വാങ്ങിച്ചോളൂ. പിന്നെ ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ പൊതുവെയുള്ള കാര്യമാണ്. പൊതുവെല്ല കുറച്ചൊരു ഈ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് അറിയാം, പക്ഷെ കുറച്ചറിയില്ല, അങ്ങനത്തെ ടീംസ് ഉണ്ടാവും. ഒരു പറയും കല്യാണം കഴിയാത്ത കുട്ടികളെ വെക്കരുത്. ഒരു കുഴപ്പമില്ല ഗൈസ്, നിങ്ങൾ വെച്ചോളൂ, ഒരു കുഴപ്പമില്ല. സ്മോൾ വാങ്ങിച്ചിട്ട് നമുക്ക് വെക്കാം. കുറച്ച് പേടിയുണ്ടാവും, കാരണം എന്നെ സംബന്ധിച്ചപ്പോൾ 2 ഡെലിവറി കഴിഞ്ഞപ്പോൾ പേടിയൊന്നുമില്ല. പക്ഷെ ഫസ്റ്റ് ടൈം ആകുമ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടാവും. ഒരു കുഴപ്പമില്ല, നല്ല നമ്മൾ ഇതിൻ്റെ ഒരു കംഫർട്ട് മനസ്സിലാക്കി പിന്നെ നിങ്ങൾ ഇതിൽ അഡിക്റ്റഡ് ആവും. പിന്നെ എന്താ പറയുക, ഇച്ചിങ്, ചൊറിച്ചില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം, ഇതൊരിക്കലും സോപ്പ് ഇട്ടോ ഡെറ്റോൾ ഇട്ടോ ഒന്നും കഴുകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ കഴുകിയെടുത്ത് സാധാ നോർമൽ വാം വാട്ടർ കൊണ്ട് കഴുകിയിട്ട് എന്താ പറയുക എടുത്ത് വയ്ക്കുക. പിന്നെ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചുടുവെള്ളം കൊണ്ട് കഴുകുക, അത്രേ ഉള്ളൂ. ഇത് ഇൻസേർട്ട് ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ കാണിച്ചിട്ട് കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മുടെ വജൈനൻ്റെ ഉള്ളിൽ കൂടി ജസ്റ്റ് ഒന്ന് കയറ്റിയെടുക്കുക. ഇങ്ങനെ ഉണ്ടാവും. ഈ ഒരു ഭാഗം കുറച്ച് പുറത്തുണ്ടാവും. അത് ഒഴിവാക്കേണ്ട സമയത്ത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പേശി ലൂസാക്കിയിട്ട് ഒന്ന് വലിച്ചെടുത്താൽ സംഭവം കിട്ടും. വളരെ എളുപ്പമാണ് ഇൻസേർട്ട് ചെയ്യാൻ. അപ്പോൾ അത്ര ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കണം. അപ്പോൾ എന്നെപ്പോലെ ഇതുവരെയ്ക്കും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അത്ര ഗൈസ്, ബൈ, ഇറ്റ്സ് മീ സനി, ബൈ.